വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ ഗൈസ്. നമ്മള് കോഴിക്കോട് ക്യാമ്പ് എടുക്കാനാണ് നമ്മൾ പോണേ. ഇപ്പൊ തൽക്കാലത്തേക്ക് നമ്മുടെ സാറാണ് വണ്ടി ഓടിക്കണേ. കുറച്ച് കഴിഞ്ഞ് നമ്മുടെ ബാക്കിൽ തമ്പല് വണ്ടി ഓടിക്കും. അപ്പൊ ഇന്ന് കുറച്ച് 4 മണിക്ക് ഇറങ്ങാൻ ഉദ്ദേശിച്ച് നമ്മളിപ്പോ 5 മണിക്കാണ് ഇറങ്ങണേ. കോഴിക്കോട് മറ്റേ വഴി തുറന്നൂല്ലേ, റോഡ് തുറന്നു വിട്ടെന്നാ പറയണേ. അപ്പൊ നമുക്കിനി പോവാം. ഹലോ ഗായ്സ്, അപ്പൊ നമ്മുടെ ഡ്രൈവർ മാറി. ഇപ്പൊ നമ്മള് ഏത് സ്ഥലത്തെത്തി? തീരാനോ മലയൊക്കെ കുന്നൊക്കെ ഇടിച്ചിടിച്ച് നമ്മളെ റോഡുകൾ പണിഞ്ഞ് അവസാനം നല്ലൊരു മഴക്കാറ് കാണുന്നുണ്ട് ഗൈസ്. മഞ്ഞല്ല, മഴ വരാൻ ചാൻസ് ഉണ്ട്. ഗൈസ്, അപ്പൊ നമ്മൾ ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ അതെ നമുക്കിനി അവിടെ എത്തിയിട്ട് കാണാം. ഗൈസ്, നമ്മൾ പനി ചെയ്യാനൊക്കെ തൊണ്ടയിലും നമ്മൾ നമ്മുടെ ലൊക്കേഷനിൽ എത്തി. VK കൃഷ്ണമേനോൻ ഇൻഡോർ സ്റ്റേഡിയത്തിൽ എത്തിയിട്ടുണ്ട്. നമുക്കിനി സമയം ഏകദേശം ഇനി നമുക്ക് ക്ലാസ് തുടങ്ങാൻ 2 മണിക്കൂറും കൂടി ഉണ്ട്. അപ്പൊ നമുക്ക് ഭക്ഷണം കഴിച്ചിട്ട് ക്ലാസ്സിൽ നിന്നെല്ലാം ഒതുക്കിയിട്ട് അപ്പൊ നമ്മുടെ കോഴിക്കോട് ക്യാമ്പ് സ്റ്റാർട്ട് ചെയ്തിട്ടില്ല. ആൾക്കാർ അഡ്മിഷൻസ് വന്നിട്ട് അവിടെ ആപ്ലിക്കേഷൻ ഫോം ഫില്ല് ചെയ്യാണ് ചെയ്യണം. നമ്മൾ മസ്റ്റോടെ നമ്മളിപ്പോൾ സിമ്പിളൊക്കെ വരച്ച് റെഡി ആയി നിൽക്കുന്നുണ്ട്. അപ്പോൾ നമുക്കിനി ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ കാണാം. അപ്പോൾ ഗൈസ്, നമ്മുടെ കോഴിക്കോട് ക്യാമ്പ് ഇപ്പോൾ സ്റ്റാർട്ട് ആയിട്ട് ഇപ്പോൾ നമ്മൾ 3 ബാച്ചസ് ആണ് വന്നിരിക്കുന്നത്. ഫസ്റ്റ്, സെക്കൻഡ് ആൻഡ് തേർഡ് ബാച്ചസ് ആണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് ബാച്ച് ഒരു 8 പേരുണ്ട്. തേർഡ് ബാച്ച് 3 പേര് വരുന്നെന്നാണ് പറഞ്ഞത്. പിന്നെ സെക്കൻഡ് ബാച്ച് ഒരാൾ മാത്രമേ ഉള്ളൂ. വേറെ ആൾക്കാർ വരുമെന്ന് വിചാരിക്കാം. ക്യാമ്പിൻ്റെ ഇടയിൽ വെച്ചില്ല. ആയിട്ടില്ലല്ലോ, ചെയ്യാവുന്നതല്ലേ? നമുക്ക് വലിയ കുഴപ്പമില്ലല്ലോ, ഷോൾഡർ പെയിൻ ഒന്നും വന്നില്ലല്ലോ. നമ്മള് പരസ്യത്തിൽ വേറൊരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് 2 മണിക്കൂറിനുള്ളിൽ ക്ലാസ് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ അടച്ച ഫീസ് മടക്കി തരാന്ന്. ആർക്കെങ്കിലും നിർത്താൻ തോന്നുകയാണെങ്കിൽ ഇപ്പൊ നിർത്താം, അല്ലെങ്കിൽ കണ്ടിന്യൂ ചെയ്യാം. എന്തുദ്ദേശിക്കണേ? കണ്ടിന്യൂ ചെയ്യാം, കണ്ടിന്യൂ ചെയ്യല്ലേ? ഓക്കെ അല്ലേ? എല്ലാവരും ചുമ്മാ ചോദിക്കുന്നതുള്ളൂ കേട്ടാ. ഇപ്പൊ തുടങ്ങല്ലേ? മറന്നു ഒന്ന് മറന്നു ജസ്റ്റ് കാണിച്ചു തരാം. ഇപ്പൊ 14 ഇങ്ങനെയാണ്. ഇന്ന് ഇവിടെ നടന്ന അറബ് ബോക്സിങ്ങിൽ നമ്മുടെ പ്രജീഷ് സാറിന്റെ അണ്ടറിൽ നടന്ന ഈ പരിപാടി, ഈ ബോക്സിങ് നല്ലൊരു ഇതായിരുന്നു. നമ്മൾ രാവിലെ തൊട്ട് 30 ഐറ്റോളം പോലെ നല്ല പ്രാക്ടീസ് ചെയ്തു. ഒരുവിധം പഠിക്കാനായി. നല്ല ഒരു അറ്റാച്ച്മെന്റ്, നല്ലൊരു ഇതായിരുന്നു. ബോക്സിങ്ങിന്റെ എല്ലാ കാര്യങ്ങളും എല്ലാമായിട്ട് നല്ലൊരു മാനേജ്മെന്റ് ആയിരുന്നു. ചെയ്തവരെല്ലാം നല്ല ഡീസൻ്റാ ചെയ്ത്. ഇനി ഈ ബോക്സിങ്ങിന്റെ മുന്നോട്ട് ബാക്കിയുള്ള കാര്യങ്ങൾ മുന്നോട്ട് നല്ല രീതിയിൽ പോകണമെന്നാണ് നമ്മൾ പറയുന്നത്. ഈ ബോക്സിംഗ് ടീമിനോട് എല്ലാവരോടും നമ്മൾ നന്ദി പറയാണ്. താങ്ക്സ്. ഞങ്ങൾ ഫേസ്ബുക്കിൽ ആഡ് കണ്ടിട്ടാണ് വന്ന് കോണ്ടാക്ട് ചെയ്തു.
പ്രതീക്ഷ കൃഷ്ണ സാറായിട്ട് കോൺടാക്ട് ചെയ്തു, അതിനെക്കുറിച്ച് സംസാരിച്ചു. ഇവിടെ വരുന്നവരെ നമുക്ക് അത്ര കോൺഫിഡൻസ് ഇല്ലായിരുന്നു, കാരണം ഇതിൻ്റെ 6 മാസം കൊണ്ട് എന്നുള്ളത് നമ്മൾ മുമ്പ് ചെറുപ്പത്തിലെ മാർഷൽ ആർട്സിലൊക്കെ പോയിട്ടുണ്ട് കുറച്ചൊക്കെ. അപ്പോൾ ഇത് കുറച്ച് ലെങ്തി ആയിട്ടുള്ള കൂടുതലും കാര്യം. ഇത് 6 മാസം കൊണ്ട് നമുക്ക് പഠിച്ചെടുക്കാൻ പറ്റുന്നു ഉള്ളത്. പക്ഷെ അവിടെ വന്നു കഴിഞ്ഞപ്പോൾ നമുക്ക് നല്ല കോൺഫിഡൻസ് ആണുള്ളത്. അപ്പോൾ ഈ ഒരു ദിവസത്തെ ക്ലാസ് കൊണ്ട് തന്നെ അത് കണ്ടിന്യൂ ചെയ്യാൻ തന്നെ തീരുമാനം എല്ലാവരും അത് ചെയ്യണം എന്നാണ് നമ്മളെ അഭിപ്രായം. ഹായ്, ഈ ഓറോ ബോക്സിനെ കുറിച്ച് എനിക്കൊന്നും അറിയില്ലായിരുന്നു. ഇവിടെ വന്നപ്പോഴാണ് സ്റ്റാർട്ട് ചെയ്തപ്പോൾ തന്നെ ഒരു കോൺഫിഡൻറ്റ് വന്നു, നമുക്കിത് ചെയ്യാൻ പറ്റുന്നു. ഹെവി ആയിട്ടുള്ള മൂവ്മെൻറ്റ്സ് ഒക്കെ നമുക്ക് എത്ര പെട്ടെന്ന് നമുക്കിത് പ്രാക്ടീസ് ചെയ്ത് നമുക്ക് ബോഡിയൊക്കെ വഴങ്ങുന്ന രീതിയിൽ ഇവർ ട്രെയിൻ ചെയ്യുന്നുണ്ട്. എന്തായാലും വന്നതിന് ഒരുപാട് നന്ദി. ഇതിൻ്റെ മാസ്റ്റർ പ്രതീഷ് സാറിന് പ്രത്യേകം നന്ദി. ഹായ്, ബോക്സിങ്ങിൻ്റെ പ്രാക്ടീസിലായിരുന്നു. നല്ലൊരു എക്സ്പീരിയൻസ് തന്നെ ആയിരുന്നു. അപ്പോൾ ഏതൊരു ആൾക്കും വളരെ സിമ്പിളായിട്ട് തന്നെ പഠിക്കാൻ പറ്റിയ കുറച്ച് മൂവ്മെൻറ്റ്സ് കാര്യങ്ങളൊക്കെ ആയിരുന്നു ഇവിടുന്ന് കിട്ടിയത്. ഒരു അത്യാവശ്യം നല്ലൊരു എക്സ്പീരിയൻസ് തന്നെ ആയിരുന്നു. ഞാനിത് ഓൺലൈൻ മുഖേനയാണ് അറിഞ്ഞത്, ഓറോ ബോക്സിങ്. അപ്പോൾ കേൾക്കാത്തൊരു പേര്, അപ്പോൾ ഇതിനെക്കുറിച്ചൊന്ന് അറിയണമെന്ന് ഞാൻ വിചാരിച്ചു. അപ്പോൾ ഇതിലുള്ള പ്രതീഷ് മാഷ് പറഞ്ഞ മാതിരി ഇഷ്ടപ്പെട്ടിട്ട് 2 മണിക്കൂർ ഇഷ്ടപ്പെട്ടിട്ടില്ലെങ്കിൽ നമ്മൾ കാശ് തരുമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ വിചാരിച്ചു ആയിക്കോട്ടെ, ഇന്നലെ ഏതായാലും തീരുമാനം എടുക്കുകയാണെങ്കിൽ ആ 2 മണിക്കൂർ മതിയല്ലോ എന്ന് കരുതിയിട്ടാണ് പോയത്. അപ്പോൾ ഇവിടെ വന്നപ്പോഴാണ് മനസ്സിലായത് നമുക്ക് വേണ്ട കാര്യങ്ങൾ മാത്രം ഒരു പ്രത്യേക പാക്കേജ് മാതിരി ചെയ്തിട്ട് എന്തായാലും എനിക്ക് ഇനിയുള്ള 6 ക്യാമ്പ് കംപ്ലീറ്റ് ചെയ്യണം എന്നുള്ള ഒരു ആഗ്രഹവും ഇപ്പോൾ വന്നു. പിന്നെ നല്ലൊരു കോൺഫിഡൻസും ഉണ്ട്. എന്തായാലും താങ്ക് യു ഓറോ ബോക്സിങ്. ഞാൻ അരുൺ ബോക്സിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തതാണ് നമ്മളെ കോഴിക്കോട് ഇൻ്റർ സ്റ്റേഡിയത്തിൽ. അടിപൊളിയായിരുന്നു. നമുക്ക് എങ്ങനെ ഫൈറ്റ് എങ്ങനെ ചെയ്യാന്നുള്ളത് നമ്മളിവിടെ വന്നപ്പോൾ അത് മനസ്സിലാക്കി കഴിഞ്ഞു. അപ്പോൾ ഭയങ്കര ഇൻട്രസ്റ്റഡാണ്. അപ്പോൾ എല്ലാവരും ജോയിൻ ചെയ്യും. നമുക്ക് ഇടിച്ചു കുത്തി പെയ്യാൻ കിട്ടും. ചാറലും ചീറലെന്ന ഇടിച്ചു കുത്തി പെയ്യാൻ, അതാണ് അരുൺ ബോക്സ്. അപ്പോൾ ഗായ്സ്, നമ്മുടെ കൊല്ലം ക്യാമ്പ് കഴിഞ്ഞ് എല്ലാവരും പോയി. ഞങ്ങൾ പോകും. അപ്പൊ ഇന്ന് ഭയങ്കര ഇപ്പോൾ പോകുമ്പോൾ നല്ല ബ്ലോക്ക് കിട്ടും. കാരണം ശനിയാഴ്ച ദിവസമാണ് പിടിച്ച. കാരണം എല്ലാ ആൾക്കാരും ഈ ഞായറാഴ്ച അവരുടെ ഫാമിലീസിനെ കാണാൻ പോണ കാരണം എല്ലാവരും ഇപ്പോട്ടെ അവിടെ നല്ല ബ്ലോക്ക് ഞങ്ങൾ കാണുന്നുണ്ട്. ഇന്നൊരു 12 മണിക്ക് മുന്നേ എത്തുമെന്ന് നമുക്ക് വിചാരിക്കാം ഈ പോണ വഴിയാണ്. അപ്പോ ഹലോ ഗൈസ്, അപ്പോൾ നമ്മളിപ്പോ തൃശ്ശൂരിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ കാച്ചാടി എന്ന സ്ഥലത്താണ് നമ്മൾ കടന്നുകൊണ്ടിരിക്കുന്നത്. കാച്ചാടി ബോർഡ് കണ്ടത് തന്നെ, അതുകൊണ്ട് കാച്ചാടി. ഇപ്പൊ നമ്മള് നാഷണൽ ഹൈവേ കൂടിയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പൊ സമയം 5:45. എത്ര മണിക്ക് എത്തും നമുക്ക് അറിയില്ല. ഇടയിൽ ഒരു ചായ കുടിക്കാൻ പോകണം. അത് മസ്റ്റാണ്. അയ്യാണ്ടായി നമുക്ക് ചായ കുടിക്കാൻ പോകാം.